നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ഇപ്പോൾ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സണ്ണി പീറ്റർ അദ്ദേഹം ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? കേസിനെ വളരെ പ്രമാദമായ കേസായിരുന്നു. ഇപ്പം ഏവരും ചർച്ച ചെയ്തതുപോലെ വധശിക്ഷയ്ക്ക് തന്നെ വിധിച്ചിരിക്കുന്നു. പ്രതി തന്നെ ആവശ്യപ്പെടുകയുണ്ടായി വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ എന്ന്. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നടന്ന ഇരട്ട കൊലപാതക കേസിനകത്താണ് ഇപ്പോൾ വധശിക്ഷ ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ കോടതി കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറഞ്ഞ ശിക്ഷ നൽകണം, താൻ തെറ്റൊന്നും ചെയ്തിട്ട് തൻ്റെ ഭാഗത്തുനിന്ന് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ചെന്താമര നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ പ്രോസിക്യൂഷൻ ആകട്ടെ വധശിക്ഷ തന്നെ നൽകണമെന്ന ഒരു കടുംപിടുത്തമാണ് ഇന്ന് രാവിലെ കോടതി മുമ്പാകെ ഉന്നയിച്ചത്. തീർച്ചയായിട്ടും പ്രതി പുറത്തിറങ്ങുന്നത് മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാണ്, സമൂഹത്തിനാകെ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതിക്കാകട്ടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വിദഗ്ധ ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ റിപ്പോർട്ടും കോടതി പരിഗണിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രതിയെ സംബന്ധിച്ചുള്ള പ്രതി ഇതുവരെയും ഒരു കുറ്റബോധം, പ്രതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൊലപാതകം നടത്തിയതിനു ശേഷവും പ്രതിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത്. 2025 ജനുവരി 27 നെന്മാറ സ്വദേശിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വധിക്കുന്നത്. 2 ദിവസത്തിന് ശേഷമാണ് പ്രതിയെ പ്രത്യേക പോലീസ് സംഘം പിടികൂടുന്നത്. നേരത്തെ 2019 ഈ സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിനകത്ത് ഇരട്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് ചെന്താമരയെ വിധിച്ചിരുന്നു. അതും പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് അന്നും ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചത്. അത് 2019 ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകം നടത്തിയ 2025 ജനുവരി 27 അന്ന് ഈ കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരൻ്റെ അമ്മ വളരെ പ്രായം ചെന്ന ലക്ഷ്മിയെയുമാണ് വധിക്കുന്നത്. ഈ കുടുംബവുമായി സുധാകരനുണ്ടായിരുന്ന ഒരു വ്യക്തിപരമായ വിരോധമാണ് ഇത്രയും വലിയ ഒരു നാടിനെ നടുക്കിയ കൊടും ക്രൂരതയിലേക്ക് നയിച്ചത്. ചെന്താമരയുടെ മനസ്സിൽ ഈ കുടുംബത്തിനെതിരെ വലിയ പകയുണ്ടായിരുന്നു. ഈ ചെന്താമരയുടെ ഭാര്യയും തമ്മിൽ അകൽച്ചയുണ്ടായി. അപ്പോൾ ഭാര്യ ഈ ചെന്താമരയുമായി പിണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെല്ലാം കാരണം ഈ കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യയായിട്ടുള്ള സജിതയുടെ ഒരു പരാമർശങ്ങളും ഒക്കെയാണ് എന്ന ഒരു ചിന്താഗതിയാണ് ഈ ചെന്താമരയെ ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ചെന്താമരയ്ക്കെതിരെ കോടതി കഴിഞ്ഞ ആഴ്ച ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അന്നും ഇതേ രീതിയിൽ കോടതിക്കെതിരെ വലിയ വെല്ലുവിളികളൊക്കെ നടത്തുകയുണ്ടായി. കോടതി മുറിക്കകത്ത് വെച്ച് തന്നെ കോടതി ചോദിച്ചപ്പോഴൊക്കെ തന്നെ തനിക്ക് വധശിക്ഷ തന്നോളൂ എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി. തന്നെയുമല്ല, താൻ ഒരു ഗാന്ധിജിയൊന്നുമല്ല, ഒരു ചെവിട്ട് അടിക്കുമ്പോൾ മറ്റേ ചെവിട് കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയൊന്നുമല്ല, ഇനിയും കൊലപാതകങ്ങളൊക്കെ നടത്തും എന്ന രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ അന്ന് നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ചെന്താമര നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ ഇത്രയും കടുത്ത ശിക്ഷയിലേക്ക് കോടതിയുടെ വിധിയിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെ ഈ വധശിക്ഷയ്ക്കൊപ്പം തന്നെ പ്രതി 20 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്ന് കോടതിയുടെ ശിക്ഷയിൽ പറയുന്നുണ്ട്. ആ 20 ലക്ഷം രൂപ ഈ സുധാകരൻ്റെ 2 പെൺമക്കൾക്കും 10 ലക്ഷം രൂപ വീതം നൽകണം എന്നാണ് കോടതിയുടെ വിധിയിൽ പറയുന്നത്. ഈ 20 ലക്ഷം രൂപ പിഴ ചുമത്തിയ 20 ലക്ഷം രൂപ പിഴ അടച്ചില്ല എങ്കിൽ കൂടുതൽ ശിക്ഷ അല്ലെങ്കിൽ കൂടുതൽ കാലം അതിനുവേണ്ടി നടപടി ഉണ്ടാകും എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ കോടതി വിധിയോടും വളരെ നിസ്സംഗമായിട്ടാണ് ചെന്താമര പ്രതികരിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണ് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ വാദഗതികൾ ഉണ്ടായി. പ്രോസിക്യൂഷൻ ശക്തമായ വാദഗതികളാണ് കോടതി മുമ്പാകെ ഉന്നയിച്ചത്. ഈ കേസിനകത്ത്
നേരിട്ടുള്ള സാക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ഈ കേസിനെ കോടതിയിൽ തെളിയിക്കുക എന്നത്, ഈ കുറ്റകൃത്യം തെളിയിക്കുക എന്നത് പ്രോസിക്യൂഷന് വലിയൊരു വെല്ലുവിളി കൂടിയായിരുന്നു. പക്ഷേ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ശിക്ഷ ഉണ്ടായിരിക്കുന്നത്. 81ഓളം പേരുണ്ടായിരുന്നു, സാക്ഷിപ്പട്ടികയിൽ ഉണ്ടായിരുന്നു. അതിൽ 46 പേരുടെ മൊഴികൾ കഴിഞ്ഞ ദിവസം കോടതി ചെന്താമരയെ വാദത്തിനിടെ ചെന്താമരയെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ചെന്താമര ആ മൊഴികളൊക്കെ തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഈ കുടുംബം ആഗ്രഹിച്ച ഒരു വിധി കൂടിയാണ്, അല്ലെങ്കിൽ നെന്മാറ സ്വദേശികളൊക്കെ തന്നെ ആഗ്രഹിച്ച ഒരു വിധിയാണ് ഈ വധശിക്ഷ ലഭിക്കുക എന്നത്. ഈ സുധാകരൻ്റെയും സജിതയുടെയും 2 പെൺമക്കളും ഈ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇനിയും ഈ പ്രതി ഏതെങ്കിലും കാരണവശാൽ പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് പെൺകുട്ടികൾ കരുതിയിരുന്നു. 2 പെൺകുട്ടികളിലും ആണ് ഈ ദമ്പതികൾക്കുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടികളും ആവശ്യപ്പെട്ടത് വധശിക്ഷ നൽകണമെന്ന ഒരു ആഗ്രഹമായിരുന്നു. തന്നെയുമല്ല, നെന്മാറയുള്ള ആളുകളൊക്കെ തന്നെ ഈ പ്രതിക്ക് ഒരു വധശിക്ഷ തന്നെ നൽകണം എന്ന ഒരു ആഗ്രഹമാണ് പുറമേക്കൊക്കെ പ്രകടിപ്പിച്ചിരുന്നത്. അത് ഈ സാക്ഷിമൊഴികളിലൊക്കെ തന്നെ കടുത്ത ശിക്ഷ നൽകണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതെല്ലാം ഈ കോടതി ഇന്ന് പരിഗണിക്കുകയുണ്ടായി. ഈ കോടതി വിധി കേൾക്കുന്നതിന് തന്നെ വലിയൊരു ജനക്കൂട്ടം ഇന്ന് പാലക്കാട് ജില്ലാ കോടതി മുറ്റത്ത് തന്നെ എത്തിയിരുന്നു. രാവിലെ 10 മണിയോടുകൂടി കനത്ത സുരക്ഷയിലാണ് ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. സ്വാഭാവികമായും എല്ലാ വിധിയോടും അതോടൊപ്പം തന്നെ രാവിലെ നടന്ന വാദപ്രതിവാദങ്ങളോടൊക്കെ തന്നെ ഒരു നിസ്സംഗ മനോഭാവത്തോടെയാണ് ചെന്താമര എല്ലാത്തിനെയും നോക്കിക്കണ്ടത്. എന്താണെങ്കിലും സമൂഹവും അതോടൊപ്പം തന്നെ നെന്മാറ നിവാസികളും ആഗ്രഹിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സുധാകരൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വലിയ ശിക്ഷ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് ആ കുടുംബാംഗങ്ങൾക്കുള്ളത്. കാരണം ഈ പ്രതി ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്നത് തങ്ങളുടെയൊക്കെ ജീവന് ഒരു ഭീഷണിയാകും എന്നൊരു ആശങ്ക അവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ മൊഴി ഒക്കെ സാക്ഷിയൊക്കെ പറഞ്ഞ ആളുകൾക്കും വലിയൊരു ഭീതി ഉണ്ടായിരുന്നു. കാരണം ഏതു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിനും ഒരു പേടിയില്ലാത്ത ആളുകൂടിയാണ് ചെന്താമര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരൊക്കെ ഇത്തരത്തിലുള്ള വിധിയെ സ്വാഗതം ചെയ്യുന്നത്. 2019 ഈ സജിത കൊല്ലപ്പെട്ടപ്പോഴും ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ തന്നെ ഈ ചെന്താമര നടത്തിയിരുന്നു. എപ്പോഴും ഈ കുടുംബത്തോടും ഇനിയും പകയുള്ള രീതിയിലാണ് ചെന്താമര പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പം അതൊക്കെ ഈ ഒരു വിധിയെ സ്വാധീനിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഈ വധശിക്ഷ തന്നെ നൽകണമെന്ന് ഈ പ്രോസിക്യൂഷൻ ഉന്നയിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രതി കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിച്ചതിന് ശേഷവും നടത്തിയ കോടതിക്കുള്ളിൽ വെച്ച് നടത്തിയ വെല്ലുവിളികൾ ജഡ്ജിയെയും വളരെയധികം സ്വാധീനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും അതിരൂക്ഷമായിട്ടാണ് ഈ അന്നത്തെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെല്ലുവിളികൾ. അതാണ് ഇന്ന് കോടതി പ്രത്യേകം പരാമർശിച്ചത്. ഇത്രയും കൊലപാതകങ്ങൾ നടത്തുകയും കുറേ കാലം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ട് പ്രതിക്ക് യാതൊരു തരത്തിലുള്ള മാനസികമായിട്ടോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകം കോടതി പരാമർശിക്കുകയുണ്ടായി. വളരെ ഒരു വൈകൃതമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള മനസ്സുള്ള ഒരാൾ കൂടിയാണ് ചെന്താമര എന്നാണ് കോടതി ഈ വിധിയുടെ പരാമർശത്തിൽ പറയുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ, നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഒരു തരത്തിലുമുള്ള അർഹതയില്ലാത്തൊരു വ്യക്തി കൂടിയാണ് ചെന്താമര എന്ന് കോടതി വ്യക്തമാക്കുകയും ഉണ്ടായിട്ടുണ്ട്. വളരെ വിശദമായ ഒരു വാദങ്ങളാണ് കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, ഈ വിധി പ്രസ്താവനയുടെ പൂർണ്ണ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും ചെന്താമരയ്ക്ക് കേരളവും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ആഗ്രഹിച്ച രീതിയിലുള്ള വധശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലം മുഴുവൻ ചെന്താമരയ്ക്ക് ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ വിധിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്.